ഇന്ന് ഞാൻ എനിക്കുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. ഇത് എനിക്കുള്ളത് പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ എടുത്ത് കഴിഞ്ഞതാണ്. ഫസ്റ്റ് നമ്മൾ അളിയന്റെ ഫാൻസി ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അനുസരിച്ച് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവിടെ പിന്നെ പെട്ടെന്ന് കസ്റ്റമേഴ്സ് വന്നപ്പോൾ നമ്മളവിടെ കുറച്ച് സൈഡായിട്ട് നിന്നു. പിന്നെ അവിടെ വന്ന പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കി നിന്നു. എനിക്ക് പറഞ്ഞ കുറച്ച് നെയിൽസ് ഒക്കെ ഞാൻ നോക്കി, കുറച്ച് വെച്ചും നോക്കി, പിന്നെ റേറ്റ് അനുസരിച്ച് എടുത്തു. പിന്നെ അവിടെ നല്ല തേങ്ങാമ്പണ്ട് കൊടുന്നു, പിന്നെ അതും തിന്നു. പിന്നെ നമ്മൾ വന്ന കാര്യം മറക്കരുതില്ല, അപ്പൊ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. അങ്ങനെ പിന്നെ ഒരു കടയിൽ കയറി. ഇതായിരുന്നു എന്റെ മെയിൻ ഹെൽപ്പർ. ഭാഗ്യത്തിന് ആ കടയിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സ് കിട്ടിയെന്ന് വെച്ചാൽ ഇത്രയൊക്കെ വലിച്ചു വാരിട്ട് അവിടെ നിന്ന് എടുക്കാണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരെണ്ണം അവിടെ തന്നെ കിട്ടി. അപ്പൊ ഇങ്ങനത്തെ രസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രസ്സിന് അനുസരിച്ചുള്ള ഫാൻസി ഐറ്റംസ് നമ്മൾ അളിയന്റെ കടയിൽ തന്നെ നോക്കി. അത് നമ്മളെ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് സെറ്റാക്കി തേറിയിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് തരുമ്പോഴത്തേനും ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ എന്റെ ആവശ്യത്തിനായിട്ട് ഇറങ്ങിയോണ്ട് ഞാൻ തന്നെ ചെലവ് ചെയ്യണ്ടേ. അവിടെ അടുത്ത നല്ലൊരു ഊണ് കിട്ടണ കടയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ തന്നെ പോവാന്ന് വിചാരിച്ചു. നല്ല വിശക്കണ സമയത്ത് സാധാ ചോറും ഇങ്ങനത്തെ സംഭവങ്ങൾ തിന്നേണ്ടതാണ് എനിക്കിഷ്ടം. നല്ല സാമ്പാറും ഉപ്പേരിയും ചമ്മന്തിപ്പൊടി എല്ലാം കൂടി കൂട്ടി അങ്ങ് അടിച്ച്. പിന്നെ എക്സ്ട്രാ ഒരു മീൻ പൊരിച്ചതോടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പായസമായിരുന്നു. മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അളിയനക്കും പാർസൽ ചെയ്ത് നേരം ഞങ്ങൾ വീട്ടിൽ പോയി, അവരവിടെ കടയിലേക്കും പോയി. വീട്ടിൽ വന്നത് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉമ്മക്ക് കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ.